ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽവഴികൾ പാഠവും പൊരുളും വർത്തമാന പുസ്തകത്തെക്കുറിച്ചുള്ള ചരിത്ര വിചാരം നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുകയാണ്. ജോൺ മാളിയേക്കൽ സാറ് ഭാഷാന്തരം നടത്തിയ പുസ്തകത്തിലെ 184 മുതൽ 186 വരെയുള്ള പേജുകളിൽ നിന്നാണ് ഇന്നത്തെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക. 32-ാം പാദമാണ് എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഈശോയെ, അങ്ങയുടെ അചഞ്ചലമായ സ്നേഹത്തെയും കരുതലിനെയും ഞങ്ങൾ പരിപൂർണമായി മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെടുന്ന ഓരോ അവസരങ്ങളെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങൾ വർത്തമാന പുസ്തകത്തിൻ്റെ ക്ലാസ്സുകളിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ പൂർവികർക്ക് നീ നൽകിയ സഹായങ്ങൾ, അവരുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിൽ വിവിധ തരത്തിലുള്ള സഹായങ്ങളായി അവരുടെ ജീവിതത്തെ നയിച്ചത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. സഭയെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഞങ്ങളുടെ പഠന പരമ്പരയിലെ ആ യഥാർത്ഥ ചൈതന്യം യഥാവിധം മനസ്സിലാക്കുവാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ. ഇതിനാവശ്യമായ ബുദ്ധിയും ശക്തിയും കൃപകളും ഞങ്ങൾ ലഭിക്കുന്നതിന് ഞങ്ങളുടെ ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഈശോയെ, നിൻ്റെ പീഡാസഹന മരണങ്ങളിലൂടെ നീ ഞങ്ങൾക്ക് രക്ഷ സ്വന്തമാക്കി തന്നതുപോലെ ആ രക്ഷ ഞങ്ങൾ അനുഭവിച്ചറിയുന്ന സഭയിൽ ആ സഭയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും കൂടുതൽ ഗ്രഹിക്കുവാനും മുന്നോട്ട് പോകുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വിഭജിച്ചു നൽകിയ അങ്ങയുടെ ശരീരവും രക്തവും പരിശുദ്ധ കുർബാനയായി ഞങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി വരുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ സഭയിൽ ഓരോ ദിവസവും ഞങ്ങൾ പങ്കെടുക്കുന്ന ഓരോ കുർബാനയും അതിൻ്റെ ആഴങ്ങളിലേക്ക് മനസ്സിലാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ പഠന പരമ്പരയെ കൂടുതൽ അനുഗ്രഹിക്കുകയും കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് പോകുവാൻ കൃപകളും ദാനങ്ങളും വരങ്ങളും നൽകുകയും ചെയ്യണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. മാറിയ യോസേപ്പേ, ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണമേ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ യാത്രാ വിവരണമായ പാറേമാക്കൽ തോമാ കത്തനാരുടെ വർത്തമാന പുസ്തകത്തിലെ 32-ാം പാദമാണ് ഇന്ന് നാം പഠനവിധേയമാക്കുക. ഈ ഭാഗം വിദേശ രാജ്യത്ത്, അതായത് പോർച്ചുഗലിൽ തങ്ങളുടെ ലക്ഷ്യം നിറവേറ്റാനായി മൽപ്പാനും പാറേമാക്കൽ കത്തനാരും നടത്തുന്ന നയതന്ത്രപരമായ നീക്കങ്ങളെയും അവർ നേരിട്ട വെല്ലുവിളികളെയും കുറിച്ചാണ് ഇന്നത്തെ ഈ പാദത്തിൽ നമ്മൾ മനസ്സിലാക്കുക. ഇതിനെയും പ്രധാനമായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ 5 പ്രധാന ആശയങ്ങളായിട്ടാണ് ക്രമീകരിച്ചിരിക്കുക. ഒന്നാമത്തെ ആശയം ദൈവാനുഗ്രഹവും സാധാരണക്കാരുടെ സഹായവും. വലിയ പ്രതിസന്ധികളിൽ അകപ്പെട്ടു പോകുമ്പോൾ അറിവില്ലാത്തവർ എന്ന് നാം കരുതുന്നവർ നൽകുന്ന ഉപദേശങ്ങൾ പോലും വലിയ ഫലം ചെയ്യുമെന്ന് ഗ്രന്ഥകാരൻ നിരീക്ഷിക്കുന്നു. ജമ്മാൻ എന്ന കപ്പൽ ജീവനക്കാരൻ നൽകിയ നിർദ്ദേശമാണ് മൽപ്പാനെ യോക്കീം ബോർജിയ എന്ന സ്വാധീനമുള്ള പാതിരിയുടെ അടുത്ത് എത്തിച്ചത്. രണ്ടാമത്തെ ആശയം യോക്കീം ബോർജിയയുടെ ഇടപെടൽ. മാർ ഫിലിപ്പ് നേരിയുടെ സന്യാസ സമൂഹത്തിൽപ്പെട്ട ബോർജിയ മലങ്കര സഭയുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവം കേട്ടു. സഭയുടെ ആവശ്യങ്ങൾ ന്യായമാണെന്ന് ബോധ്യപ്പെട്ട അദ്ദേഹം പോർച്ചുഗലിലെ ഭരണതലത്തിൽ സ്വാധീനമുള്ള പ്രഭുവിൻ്റെ അടുക്കൽ അവരെ കൊണ്ടുപോകാമെന്ന് സമ്മതിച്ചു. മൂന്നാമത്തെ ആശയം കയത്താനോസ് പാതിരിയുടെ ചതി. ഗോവാക്കാരനായ കയത്താനോസ് പാതിരി മലങ്കരയിലെ മെത്രാപ്പോലീത്തയായി മറ്റൊരു ഗോവാക്കാരനെ രാജ്ഞി നിയമിച്ചു കഴിഞ്ഞു എന്ന വ്യാജവാർത്ത നൽകി ഇവരെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു. മലങ്കര സഭയുടെ അധികാരം ഗോവാക്കാരുടെ കൈകളിൽ നിലനിർത്താനുള്ള തന്ത്രമായിരുന്നു ഇത്.
ഇതിനെക്കുറിച്ചുള്ള ക്ലാസ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. കയത്താനോസ് പാതിരിയുടെ ചരിത്രവും അദ്ദേഹത്തിൻ്റെ ജീവിതക്രമവും എങ്ങനെയായിരുന്നുവെന്നും അതുപോലെ തന്നെ അദ്ദേഹത്തിന് മലങ്കരക്കാരോടുള്ള സ്നേഹവും, അല്ലെങ്കിൽ പുറമേയുള്ള സ്നേഹം പക്ഷേ അകമേ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന കാര്യമൊക്കെ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് അത് ക്ലാസ് കേട്ടിട്ടില്ല എങ്കിൽ ക്ലാസ് ഒന്ന് കേൾക്കുക. അപ്പോൾ നമുക്ക് കയത്താനോസ് പാതിരിയുടെ ആ ചതിയുടെ ആഴം എന്തായാലും ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒപ്പം പാഠപുസ്തകം കൂടെ വായിച്ചു നോക്കുമ്പോൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കും. നാലാമത്തെ ആശയം, സ്വദേശി മെത്രാന് വേണ്ടിയുള്ള വാദം. ഗോവാക്കാരെ മെത്രാനായി നിയമിക്കുന്നതിനോട് കഠിനമായ എതിർപ്പാണ് ഇവർ പ്രകടിപ്പിച്ചത്. മലങ്കരയിൽ 300-ലധികം യോഗ്യരായ വൈദികരുള്ളപ്പോൾ എന്തിനാണ് പുറത്തുനിന്നൊരാളെ നിയമിക്കുന്നതെന്ന ശക്തമായ ചോദ്യം ഇവർ ഉയർത്തുന്നു. ഇത് സഭയിലെ സ്വദേശി അഭിമാനത്തിൻ്റെ ആദ്യകാല തെളിവ് കൂടിയാണ്. അഞ്ചാമത്തെ കാര്യമെന്ന് പറയുന്നത് ആശയം അപേക്ഷ തയ്യാറാക്കലാണ്. പ്രഭുവിൽ നിന്നും അനുകൂല നിലപാട് ലഭിച്ചതോടെ നേരത്തെ കപ്പലിൽ വെച്ച് തയ്യാറാക്കിയ അപേക്ഷാപത്രം പോർച്ചുഗീസ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. അവിടെയുള്ള വിശ്വസ്തരായ പാതിരിമാരുടെ സഹായത്തോടെ പിഴവുകൾ തിരുത്തി അത് രാജ്ഞിക്ക് സമർപ്പിക്കുവാൻ പാകത്തിൽ ക്രമീകരിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുക. ഇനി നമ്മൾ ചോദ്യോത്തരങ്ങളിലേക്ക് പോവുകയാണ്. പാഠപുസ്തകം, വർത്തമാന പുസ്തകം നേരിട്ട് വായിക്കുന്ന കാര്യത്തിൽ മറന്നു പോകരുത് എന്ന കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ. പ്രതിസന്ധി ഘട്ടത്തിൽ മൽപ്പാനെ സഹായിച്ച കപ്പൽ ജീവനക്കാരൻ ആര്? ജമ്മാൻ. ജമ്മാൻ വഴി മൽപ്പാൻ പരിചയപ്പെട്ട സ്വാധീന ശക്തിയുള്ള വൈദികൻ ആര്? യോക്കീം ബോർജിയ. യോക്കീം ബോർജിയ ഏത് സന്യാസ സമൂഹത്തിൽപ്പെട്ട ആളായിരുന്നു? മാർ ഫിലിപ്പ് നേരിയുടെ സന്യാസ സമൂഹം. മലങ്കര സഭയുടെ അപേക്ഷ ആർക്കാണ് സമർപ്പിക്കേണ്ടിയിരുന്നത്? പോർച്ചുഗൽ രാജ്ഞിക്ക്. മലങ്കരയിലെ ഭരണ ചുമതല മറ്റൊരാൾക്ക് നൽകിക്കഴിഞ്ഞു എന്ന് മൽപ്പാനോട് കള്ളം പറഞ്ഞതാര്? കയത്താനോസ് എന്ന ഗോവാക്കാരൻ പാതിരി. ഏത് ഗോവാക്കാരനെയാണ് മെത്രാനായി നിയമിച്ചത് എന്നാണ് കയത്താനോസ് അവകാശപ്പെട്ടത്? പെത്യാദെ വിഗരദു എന്ന പാതിരിയെ. ഗോവാക്കാരെ മെത്രാന്മാരായി നിയമിക്കുന്നതിനെ മൽപ്പാൻ എതിർത്തത് എന്തുകൊണ്ട്? സത്യസന്ധതയും ഭക്തിയും തറവാടിത്തവുമുള്ള സ്വന്തം നാട്ടിലെ വൈദികർ മെത്രാൻ സ്ഥാനത്തിന് യോഗ്യരായി ഉള്ളതുകൊണ്ട്. മലങ്കരയിൽ അന്ന് ഏകദേശം എത്ര വൈദികർ ഉണ്ടായിരുന്നുവെന്നാണ് ഈ ഭാഗത്ത് പറയുന്നത്? 300-ലധികം പട്ടക്കാർ. കയത്താനോസ് പാതിരിയും യോക്കീം ബോർജിയായും തമ്മിലുള്ള സ്നേഹത്തിൽ ഗ്രന്ഥകാരൻ കണ്ട വ്യത്യാസം എന്ത്? കയത്താനോസിൻ്റേത് ലോകാചാരപരമായ സ്നേഹവും ബോർജിയായുടേത് ആത്മാർത്ഥ സ്നേഹവുമാണ്. നേരത്തെ തയ്യാറാക്കിയ അപേക്ഷ ഏത് ഭാഷയിലേക്കാണ് വിവർത്തനം ചെയ്തത്? പോർച്ചുഗീസ് ഭാഷയിലേക്ക്. അപേക്ഷ വിവർത്തനം ചെയ്യാൻ മൽപ്പാനെ സഹായിച്ചത് ആരെല്ലാം? അവർ വസിച്ചിരുന്ന സംബന്ധു ആശ്രമത്തിലെ വിശ്വസ്തരായ ചില പാതിരിമാർ.